യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് ഓരോ ദിവസവും ദൈവവചനം നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. ദൈവവചനം തുറക്കുമ്പോഴേ കിട്ടുന്നൊരു വചനമല്ല. ഈ ദിവസത്തേക്ക് വേണ്ടി പറയേണ്ട വചനങ്ങളെ ഒരുങ്ങിയെടുത്ത് അത് പ്രാർത്ഥനയോടെയാണ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ വചനം നിങ്ങളിൽ ഒത്തിരി അനുഗ്രഹങ്ങളെ കൊണ്ടുവരുമെന്ന്. സന്തോഷത്തോടെ ഇരിക്കാം, പ്രാർത്ഥനയോടെ ഇരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചമാകേണ്ടതാ ഓരോ വചനവും. ഞാൻ ജീവിതത്തിൽ ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇന്ന് ഞാൻ പറയുവാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയിൽ എന്നെയും നിങ്ങളെയൊക്കെ ഒളിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദൈവം തൻ്റെ വചനത്തിൻ്റെ ശക്തിക്കകത്ത് നമ്മളെ മറച്ചു വയ്ക്കും, ഒളിച്ചു വയ്ക്കും എന്ന് പറഞ്ഞാൽ ആ വാക്ക് ശരിയായ അർത്ഥത്തിലെടുത്തോ. എന്നെ സംരക്ഷിക്കും ആ വചനത്തിൻ്റെ ശക്തിയിൽ. ദൈവത്തിൻ്റെ സംരക്ഷണം ശക്തമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാവിലെ എഴുന്നേക്കാൻ ഈ സമയത്ത് ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഓരോ വ്യക്തികളെയും, അമ്മയെ, അപ്പനെ, സഹോദരനെ, സഹോദരിയെ, കുഞ്ഞുമക്കളെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുവാണ്. എത്രയോ ദിവസങ്ങളായി മുടങ്ങാതെ വചനങ്ങൾ കേൾക്കുന്നു. ചെറിയ കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ഇത് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാ സമയം മാറ്റിവെച്ച്. എത്രയോ കാര്യങ്ങൾ നമ്മൾ വിലയില്ലാത്ത, ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ഒരു ഉപകാരമില്ല അതുകൊണ്ട്. പക്ഷേ ആ 5-10 മിനിറ്റ് ഉപകാരമില്ലാത്ത സമയമല്ല. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ ദൈവത്തെ കേൾക്കുകയാണ്. അതിലൂടെ ഞാൻ ദൈവസ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുകയാണ്. പ്രാർത്ഥിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഇവരുടെ ശരീരത്തെ, മനസ്സിനെ, വീടിനെ ഒക്കെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ വചനം അയച്ചു കൊടുക്കുന്നവരുണ്ട്. കുറേ പേർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ദൈവസ്നേഹത്തെ പ്രതിയാണിത് ചെയ്യുന്നത്. അതിലൂടെ എനിക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്നിനും നിനക്ക് കുറവുണ്ടാവുകയില്ല, ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. കാരണം ഞാനും നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പ്രതീക്ഷയോടെ ഇരിക്കാം, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുകയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. കർത്താവെ, ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. അടുത്ത ഭാഗമാണ് ഞാൻ ഇന്ന് വളരെ ഗൗരവത്തോടെ, പ്രാധാന്യത്തോടെ പറയാൻ ആഗ്രഹിച്ച വചനം. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല. ആരാ പറഞ്ഞത്? ദാവീദ്. എൻ്റെ ശത്രു ഉണ്ടപ്പം. ശത്രു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ സമാധാനത്തെ, നമ്മുടെ നല്ല ഭാവിയെ, നല്ല സ്വപ്നങ്ങളെയൊക്കെ തകർത്ത് കളയുന്നതെന്തോ അതാ ശത്രു. നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന, നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്ന, ഇല്ലാതാക്കാൻ നോക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ പേരാ ശത്രു. ബൈബിൾ പറയുവാണ്, ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല. ശത്രുവിൻ്റെ ഒരു ആഗ്രഹമാണ് നിന്നെ തകർത്തിട്ട് അതിൻ്റെ മേൽ ആ വിജയം ആഘോഷിക്കുക, നിന്നെ ഇല്ലാതാക്കിയിട്ട്, നിന്നെ നശിപ്പിച്ചിട്ട്. എത്ര പേർക്ക് ഇങ്ങനെയൊരു വ്യാമോഹം ഉണ്ടെന്നറിയാവോ? നീ ഒന്ന് ഇല്ലാതായി കാണണം, നിൻ്റെ നല്ല കാലം പോണം, നീ രക്ഷപ്പെടരുത്, നല്ലതുപോലെ ജീവിക്കരുത് എന്ന് ഉള്ളുകൊണ്ട് ദേഷ്യത്തോടെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അസൂയ മൂത്തവരുണ്ട്, വെറുപ്പുള്ളവരുണ്ട്, വിദ്വേഷമുള്ളവരുണ്ട്. ഞാൻ മുമ്പേ ഒരു വാക്ക് പറഞ്ഞില്ലേ, ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവരെ ദൈവവചനത്തിൻ്റെ ശക്തി
ശക്തിയിൽ ദൈവം മറച്ചും ഒളിച്ചും വയ്ക്കും. ഭയങ്കരമായി ദൈവം ആ വചനത്തിൻ്റെ ശക്തിക്കകത്ത് നിർത്തും. നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ശക്തിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ തകർന്നു കാണണം, രക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്നവർ കാണുമായിരിക്കും. നിങ്ങളെ തകർക്കാൻ വാഗൊണ്ടും പ്രവൃത്തി കൊണ്ടും നോക്കുന്നവരുണ്ടാവും. നാട് നിങ്ങളെ പറന്നു നടക്കുന്നവരുണ്ടാവും. അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട. നിങ്ങൾ ഇത്രയും ചിന്തിക്കുക, ഞാൻ നിൽക്കുന്നത് ദൈവത്തിലാണ്. എൻ്റെ കുടുംബം നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആ വചനം എൻ്റെ അനുഭവം കൂടിയാണ് ഞാൻ പറയുന്നത്. വചനം വിശ്വസിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയിൽ ദൈവം എന്നെ മറയ്ക്കുന്നത് പോലെ, ഒളിച്ചു വച്ചിരിക്കുന്നത് പോലെ, ശത്രുവിന് തൊടാൻ കഴിയാത്ത വിധം, ശത്രുവിന് തകർക്കാൻ കഴിയാത്ത വിധം, ശത്രുവിനെ ഇല്ലാതാക്കാൻ കഴിയാത്ത വിധം, ശത്രു പഠിച്ച പണി 18 നോക്കിയിട്ട് തൊടാൻ പോലും പറ്റുന്നില്ല, നശിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തിനു പറയണം, ഒരു പോറൽ പോലും വരുത്താൻ പറ്റുന്നില്ല. ശത്രു പോലും ചിന്തിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, ഈ പുള്ളി എന്താ തകരാത്തെ, ഈ പുള്ളി എന്താ നശിച്ചു പോകാത്തെ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് പുള്ളിക്കൊരു കൂസലില്ലല്ലോ. കാരണം എന്നറിയാമോ, നമ്മുടെ പ്രത്യേകത കൊണ്ടല്ല, നമ്മുടെ കൂടെ കുറേ വലിയ ആളുകളുള്ളതുകൊണ്ടല്ല, നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്കകത്ത് മറച്ചും സൂക്ഷിച്ചും വച്ചോണ്ടാ. ശത്രു നിൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എവിടെയാ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ നിരാശപ്പെടുന്നത്? ശത്രു നിൻ്റെ മേൽ വിജയം ആഘോഷിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ വാക്കാണ്. ഇത് ദാവീദ് പറയുക, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പറയുക, എനിക്കും ഉണ്ടായിരുന്നു ശത്രുക്കൾ, അസ്വസ്ഥത തരുന്നവർ, അസമാധാനം വിതയ്ക്കുന്നവർ, ദുഷ്ടത വിതയ്ക്കുന്നവർ. പക്ഷേ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുക, എന്നെ രക്ഷിച്ചു, ഞാനങ്ങേ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എവിടെ നിന്ന്? എൻ്റെ ശത്രു കരങ്ങളിൽ നിന്ന്. ശത്രുവിന് വലിയൊരു വ്യാമോഹമുണ്ടായിരുന്നു, എൻ്റെ മേലൊരു വിജയം ആഘോഷിക്കണമെന്ന്. പക്ഷെ നടന്നില്ല. ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. അവിടെ ദൈവം ഇടപെട്ടു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ മുമ്പിലോ പ്രതിസന്ധിയുടെ മുമ്പിലോ ആണോ? വല്ലോ കേസിലോ വല്ലോ എന്തെങ്കിലുമൊക്കെ തകർച്ചയിലോ വക്കിലൊക്കെ ആണോ നിൽക്കുന്നത്? തകർന്നു പോകുന്ന സാഹചര്യത്തിലാണോ ചെന്ന് നിൽക്കുന്നത്? ഒന്നും ഭയപ്പെടണ്ട. ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്റെ കുടുംബത്തെ മറച്ചിട്ടുണ്ട്. ദൈവം മറച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. ശത്രു നിൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടവരുകയില്ല. നാട്ടിലോ ദേശത്തോ ഒന്നും ആരും പറയില്ല, നീ തകർന്നുവെന്ന് പറഞ്ഞ് പാട്ടാക്കാൻ ഇടയാക്കുകയില്ല. ദൈവം തകരേണ്ട സ്ഥാനത്തും തകരാതെ ദൈവം നിർത്തും. പതറേണ്ട സ്ഥാനത്തും പതറിപ്പോകാതെ ദൈവം നിർത്തും. തളർന്നു പോകേണ്ട സ്ഥാനത്ത് തളർന്നു പോകാതെ നിർത്തും. പൊട്ടിപ്പോകേണ്ട സ്ഥാനത്ത് പൊട്ടിപ്പോകാതെ നിർത്തൂന്ന്. ശത്രു നിൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കുക. എല്ലാ കാര്യങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ്, കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും പല പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, വെല്ലുവിളിയുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കല്ലേ. പറഞ്ഞ്, ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാകല്ലേ. എന്നെ ഈ പ്രതിസന്ധിയിൽ വചനത്തിൽ സൂക്ഷിക്കണമേ, വചനത്തിൽ മറയ്ക്കണമേ, വചനത്തിൽ ഒളിപ്പിച്ചു വയ്ക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹത്തിൻ്റെ മഴയെ പെയ്യിക്കണമേ. എൻ്റെ തലമുറയുടെ മേൽ അനുഗ്രഹത്തിൻ്റെ മഴയെ പെയ്യിക്കണമേ. എൻ്റെ ശുശ്രൂഷയുടെ മേൽ അനുഗ്രഹത്തിൻ്റെ മഴയെ പെയ്യിക്കണമേ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ ഈ മാസം ഈ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. ഈ ആലയത്തിൽ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ നടക്കുന്ന ദിവസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ. ഒത്തിരി അനുഗ്രഹമാണ് ഇവിടുത്തെ ശുശ്രൂഷകൾ ദൈവം മാറ്റുന്നത്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി പേർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനിട വരുന്നു. മുട്ടിലിഴഞ്ഞ് ധ്യാനച്ചാപ്പലിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അനുഗ്രഹത്തിൻ്റെ വഴികളെ ദൈവം തുറന്നു കൊടുക്കാൻ തുടങ്ങി. എത്രയെത്ര സാക്ഷ്യങ്ങൾ, 50-ലധികം സാക്ഷ്യങ്ങൾ ഓരോ ആഴ്ചയിലും പറയുന്നവർ തന്നെയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, കുഞ്ഞുകാര്യം അറിയിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ 7, 8, 9, 10 നവംബർ ദിവസങ്ങളിൽ മാനന്തവാടി രൂപത ബൈബിൾ കൺവെൻഷനാണ്. ഒരു വലിയ ശുശ്രൂഷയാണ്. അത് ചെയ്യാൻ മാത്രമുള്ള ശക്തിയും ബലവും കരുത്തുമൊന്നും എനിക്ക് സ്വാഭാവികമായിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തിയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും ആവശ്യമാണ്. മാനന്തവാടി രൂപതയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അഭിനന്ദ ജോസ് പിതാവിനെയും അലക്സ് പിതാവിനെയും എല്ലാ വൈദികരെയും സമർപ്പിത സിസ്റ്റേഴ്സ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ അനുഗ്രഹമാകണം. ദ്വാരക സിയോൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ് നടത്തുക. മാനന്തവാടി രൂപതയുടെ ധ്യാനകേന്ദ്രമാണ് സിയോൻ ധ്യാനകേന്ദ്രം.
ദ്വാരകയിൽ വെച്ചാണ് നടത്തുക. വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയാണ്. അറിയിപ്പായി കാണുക, പ്രാർത്ഥിക്കുക. സാധിക്കുന്ന ഓരോരുത്തരും വരിക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് കേട്ട വചനം മറക്കാതെ എഴുതി വയ്ക്കുക. ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ലെന്ന്. ശത്രു വിജയിക്കാൻ ഇടയാകുമായിരുന്നു. ആ സമയത്ത് ദൈവം അവിടെ ഇടപെട്ടു. അതാ ദാവീദ് പറഞ്ഞ, ആ പ്രതിസന്ധിയിൽ എന്നെ രക്ഷിച്ചു. ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. നീ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട് രക്ഷപ്പെടും. ദൈവാനുഗ്രഹം ഉണ്ടാകും. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ, കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവവചനത്തിൻ്റെ വലിയൊരു സംരക്ഷണ ഭിത്തി ഉയരണമേ. ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ. ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. ഞങ്ങളുടെ ഭവനത്തിനകത്ത് കൂട്ടായ്മയും സ്നേഹവും വർദ്ധിച്ചു വരണം. ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരണം. നല്ല നല്ല കാര്യങ്ങൾ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കണം. ഇരുട്ടുമാറി വെളിച്ചം കയറി വരുന്ന പോലെ വരണം. ഇരുട്ടുമാറി വെളിച്ചം വരുന്നത് പോലെ ഞങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണം. ഇന്നുള്ള അസ്വസ്ഥതകൾ മാറണം. ഇന്നുള്ള പ്രതിസന്ധികൾ മാറണം. ഇന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി മാറണം. വഴി അടഞ്ഞ അവസ്ഥ മാറണം. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. എണ്ണി എണ്ണി പറയാൻ അനുഗ്രഹങ്ങളെ തരണമേ. എണ്ണി എണ്ണി പറയാൻ, പാടുവാൻ, പ്രാർത്ഥിക്കാൻ അനുഗ്രഹങ്ങളെ തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ ദിവസം അനുഗ്രഹമാകട്ടെ. നിങ്ങളെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഇന്ന് കേട്ട വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം അത്ഭുതമായി നിന്നെ നയിക്കും, നമ്മളെ നയിക്കും, പരിപാലിക്കും. സാധിക്കുമെങ്കിൽ നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പറ്റുന്നിടത്തോളം ഓരോരുത്തർക്കും ഈ വചനങ്ങളെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ, ഉള്ളം കയ്യിൽ എന്ന പോലെയും എന്നെയും നിങ്ങളെയും നമ്മുടെ ഓരോ കുടുംബങ്ങളെയും കാത്തു പരിപാലിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.